ഇപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് യൂസ് എ ടേം ഓപ്പൺ റെഫർ ടു സെവറൽ പ്രോസസ്. ഓക്കെ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് വെച്ചാൽ ഇറ്റ് മീൻസ് യൂസിങ് an important service like storage, software, or services through the internet instead of using your own കമ്പ്യൂട്ടർ സിസ്റ്റം. അതായത് ഇത്ര ഉള്ളൂ, നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നിന്ന് നമ്മുടെ സിസ്റ്റത്തെ വിട്ടിട്ട് സ്റ്റോറേജോ സോഫ്റ്റ്വെയറോ വേറെ രീതിയിൽ അതിന് നമ്മുടെ ഈ സിസ്റ്റത്തിന്റെ സ്റ്റോറേജ് അല്ലാണ്ട് വേറെ രീതിയിൽ നമ്മൾ അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മളിപ്പോ ഫോട്ടോ എടുക്കുക, ഫോട്ടോ നമ്മൾ ഗൂഗിൾ ഡ്രൈവിലേക്കൊക്കെ മാറ്റും അല്ലെ, അപ്പൊ എപ്പോ വേണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമുക്ക് നമ്മുടെ ഫോണിൽ ഉള്ള സ്റ്റോറേജിന് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. അപ്പൊ ആ രീതിയിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയാ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. മനസ്സിലായോ? നെക്സ്റ്റ് പറയണത് എഡ്ജ് കമ്പ്യൂട്ടിംഗ്. അതിൽ പറയുന്ന ടേം എഡ്ജ് കമ്പ്യൂട്ടിംഗ്. എന്താ എഡ്ജ് കമ്പ്യൂട്ടിംഗ്? ഇറ്റ് ഇസ് ദ പ്രോസസ് നിയർ ദ ഡിവൈസ് ഓർ ലൊക്കേഷൻ where the data is created instead of sending everything to a faraway cloud server. ഇത്ര ഉള്ളൂ. ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എഡ്ജ് കമ്പ്യൂട്ടിംഗ് എന്ന് വെച്ചാലേ ഇപ്പൊ നമ്മളിപ്പോ നമ്മളിപ്പോ CCTV ക്യാമറ ഉണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇപ്പൊ എന്തെങ്കിലും ആൾക്കാർ വരികയാണ്, അപ്പൊ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് നമുക്കത് നോക്കിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ പറയുകയാണ് ഇപ്പോൾ നമ്മുടെ ട്രാഫിക് സിഗ്നൽസ് ഉണ്ട്. ഈ സിഗ്നൽസ് വഴിയാണ് നമ്മൾ ട്രാഫിക് കൺട്രോൾ ചെയ്യണത് അല്ലെ. അതായത് it is the processing near the device or location where the data is created instead of sending everything to a faraway cloud server. നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണ്ട. അല്ലാണ്ട് തന്നെ നമ്മളൊരു ഡിവൈസ് വെച്ച് കഴിഞ്ഞാൽ ആ ഡിവൈസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡാറ്റാസ് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും, കിട്ടും. അതിനെയാണ് നമ്മൾ പറയാ എഡ്ജ് കമ്പ്യൂട്ടിംഗ്. ഇപ്പൊ നമ്മളിപ്പോ ട്രാഫിക് സിഗ്നൽ ഒരാളവിടെ എപ്പോഴും നിൽക്കണമെന്നുണ്ടോ? ആ സിഗ്നൽ വെച്ച് കഴിയുമ്പോൾ ആ സിഗ്നലിനനുസരിച്ച് ആ സിഗ്നൽ നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് അറിയാം അല്ലെ, എന്താ ചെയ്യാൻ, വണ്ടി പോകാനായോ സ്റ്റോപ്പ് ചെയ്യാനായോ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ഡിവൈസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ലൊക്കേഷനോ അങ്ങനെ ചെയ്യണതിനെയാണ് നമ്മൾ വിളിക്കുന്നത് എഡ്ജ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയാം. ഞാൻ പറഞ്ഞു നമ്മുടെ വീട്ടിൽ CCTV ക്യാമറ എപ്പോഴും നമ്മൾ നോക്കിയിരിക്കണോ, കള്ളം വരുന്നുണ്ടോ നോക്കിയിരിക്കണോ, എന്താ നടക്കണേ നോക്കണോ വേണ്ട? ഈ CCTV നമുക്ക് ചെക്ക് ചെയ്താൽ മതി ഇടയ്ക്ക്. മനസ്സിലായില്ലേ? അപ്പൊ അതിനെയാണ് നമ്മൾ എഡ്ജ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയാം. നെക്സ്റ്റ് പറയണത് അതിൽ വിളിക്കുന്നതാണ് ഫോഗ് കമ്പ്യൂട്ടിംഗ്. ഫോഗ് കമ്പ്യൂട്ടിംഗ് എന്ന് വെച്ചാൽ ഇസ് എ സിസ്റ്റം വേർ ഡാറ്റ ഈസ് പ്രോസസ്ഡ് ബിറ്റ്വീൻ ഡിവൈസ് ആൻഡ് ക്ലൗഡ് സെർവർ. ഇറ്റ് ആക്ട് മിഡിൽ ലെയർ ബിറ്റ്വീൻ എഡ്ജ് ആൻഡ് ക്ലൗഡ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന്റെയും ഇപ്പൊ പറഞ്ഞ എഡ്ജിന്റെയും ഒരു മീഡിയേറ്റർ, മിഡിൽ മാനെയാണ് നമ്മൾ പറയുക ഫോഗ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുക. ഇപ്പോ നമ്മൾ പറയാം, ഇപ്പൊ എന്താ വെച്ചാല് ഇപ്പൊ നമ്മളിപ്പോ ഒരു സിറ്റിയിൽ ആ ഒരു ക്യാമറ ഒരു ട്രാഫിക് സിഗ്നൽ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ട്രാഫിക് സിഗ്നൽ നമ്മൾ എന്ത് ചെയ്യും? അത് നോക്കിക്കഴിഞ്ഞാൽ എവിടെയാണ് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യും? ആ ഇൻഫർമേഷൻസ് പെട്ടെന്ന് പാസ് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു മിഡിൽ മാൻ ആയിട്ട് പ്രവർത്തിക്കുന്ന ആ സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് ഫോഗ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു പറയുന്നുണ്ട് കളക്ഷൻ ഓഫ് co-located edge computing device and computation connected over internet. രണ്ടിന്റെ മീഡിയേറ്റർ ആണ് കേട്ടോ എഡ്ജ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോ എന്താ പറയാ, അപ്പൊ ഇതാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, എഡ്ജ് കമ്പ്യൂട്ടിംഗ് ആൻഡ് ഫോഗ് കമ്പ്യൂട്ടിംഗ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ ഇ-കൊമേഴ്സ്. നമ്മൾ ഇങ്ങനത്തെ സിസ്റ്റംസ് ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യും? ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്താ പറയാ, ഡാറ്റാസ് സെക്യൂർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇ-കൊമേഴ്സിൽ ഈ പറയുന്ന ടേമുകളുടെ യൂസേജ് കേട്ടോ. നെക്സ്റ്റ് ടോപ്പിക് ആണ് ബ്ലോക്ക് ചെയിൻ ഇമ്പാക്ട് ഓൺ ഇ-കൊമേഴ്സ്. ഇതിൽ 6ാമത്തെ പോയിന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത് മാത്രമായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ബ്ലോക്ക് ചെയിൻ ഇമ്പാക്ട് ഓൺ ഇ-കൊമേഴ്സ്. എന്താണ് ബ്ലോക്ക് ചെയിൻ? നോക്കാം നമുക്ക്. ഇറ്റ് ഇസ് എ സെക്യൂർ ഡിജിറ്റൽ ടെക്നോളജി യൂസ്ഡ് ടു സ്റ്റോർ ട്രാൻസാക്ഷൻ റെക്കോർഡ് സേഫ്റ്റിലി ആൻഡ് ട്രാൻസ്പെറന്റ്ലി. It helps online business transaction become safer, faster and more transparent. മനസ്സിലായോ? അതായത് നമ്മുടെ ഓൺലൈൻ ട്രാൻസാക്ഷൻ ഫാസ്റ്റ് ആയിട്ടും സ്മൂത്ത് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെക്നോളജി, സെക്യൂർ ടെക്നോളജീനെ വിളിക്കുന്ന പേരാണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്.
ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മളൊരു സാധനം പ്രൊഡക്റ്റ് നമ്മൾ നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ടു, നമ്മൾ എന്ത് ചെയ്തു, അതിന് പേയ്മെന്റ് ചെയ്യും അല്ലെ, പേയ്മെന്റ് ചെയ്യും, അല്ല നമ്മൾ ഓർഡർ ചെയ്യും, ഓർഡർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അത് നമ്മൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കും, എന്നാ വരുന്നത്, എവിടെ എത്തി, നമ്മൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. അതായത് നമ്മളൊരു ഓൺലൈൻ പർച്ചേസ് നടത്തുമ്പോൾ ആ ട്രാൻസാക്ഷൻ സേഫ് ആക്കാൻ വേണ്ടി, സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് ഓരോ പ്രോസസ്സിനെയും പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യണം അല്ലെ. അങ്ങനെ ഇതിനെ വിളിക്കുന്ന പേരാണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. അതിൽ ഓരോ ട്രാൻസാക്ഷനെയും ഓരോ ഇതിനെയും നമ്മൾ ബ്ലോക്സ് എന്നാ പറയാ. ഇപ്പൊ പേയ്മെന്റ് ഗേറ്റ് പേയ്മെന്റ് ചെയ്യണം, അതൊരു ബ്ലോക്കാണ്. ദെൻ ട്രാക്ക് ചെയ്യണം, അതൊരു ബ്ലോക്കാണ്. കസ്റ്റമറിന്റെ കയ്യിൽ പ്രോപ്പറായിട്ട് എത്തണം. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. അതായത് ട്രാൻസാക്ഷൻ സ്മൂത്തായി നടക്കാൻ വേണ്ടി കസ്റ്റമറിന് പ്രോപ്പറായിട്ട് എന്താ പറയാ, ഒരു പോസിറ്റീവ്, ഒരു നല്ലൊരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ബ്ലോക്ക് ചെയിൻ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ടെക്നോളജി ഉള്ളത്. ഇറ്റ്സ് എ നാച്ചുറൽ ഫിറ്റ് ഫോർ ഇ കൊമേഴ്സ്. It's a natural fit for e-commerce since it was designed for storing transactional data. However, this data doesn't need to be financial. It can be any distinct action that require fixed record, including action related to payment and order fulfillment. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പേയ്മെന്റ് കൊടുക്കുക എല്ലാം, അങ്ങനെ ഓരോരോ സിസ്റ്റം അങ്ങനെ പ്രോപ്പറായിട്ട് ആ ഒരു ട്രാൻസാക്ഷൻ പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിനെ വിളിക്കുന്ന പേരാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്നത്. ഈ ടെക്നോളജി യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത് ട്രാൻസ്പാരൻസി. ട്രാൻസ്പെറന്റ് ആണ്, കാരണം നമുക്ക് എങ്ങനെ നോക്കിയാലും കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. അതാണ് ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഞാൻ നോക്കിയാലും നിങ്ങൾ നോക്കിയാലും കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നു. നെക്സ്റ്റ് സ്റ്റേബിൾ ആണ്, സ്റ്റെബിലിറ്റി അടുത്ത പോയിന്റ്. ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ടു റിമൂവ് ഓർ ചേഞ്ച് ഇറ്റ്. ദിസ് മേക്ക് ബ്ലോക്ക് ചെയിൻ എ ഗ്രേറ്റ് ടെക്നോളജി ഫോർ സ്റ്റോറിംഗ് ഫിനാൻഷ്യൽ റെക്കോർഡ്. സ്റ്റേബിൾ ആണ്. ദെൻ ട്രാൻസാക്ഷൻ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഡീസെൻട്രലൈസേഷൻ, അതായത് നമുക്ക് എന്താ പറയാ, ഒരു ഡാറ്റാസ് ഇങ്ങനെ കാരണം ഓരോരോ സെക്ഷനായിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് അല്ലെ. ഡീസെൻട്രലൈസേഷൻ എന്താണ്? ഡീസെൻട്രലൈസേഷൻ സെൻട്രലൈസേഷന്റെ ഓപ്പോസിറ്റ്. എന്താ സെൻട്രലൈസേഷൻ? കോൺസെൻട്രേഷൻ ഓഫ് അതോറിറ്റി ഇൻ വൺ പവർ. ഒരുത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, അങ്ങനെയല്ല. കാരണം അത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു, അപ്പൊ അടുത്ത ടീമുകളാണ് അത് ചെയ്യുക. അപ്പൊ അങ്ങനെ നമ്മൾ കൊടുക്കുക, ഇതിനെയാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുക. അങ്ങനെ ഓരോ ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ദെൻ യൂസർ കൺട്രോൾഡ് നെറ്റ്വർക്ക്, നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ പറയണത്. നെക്സ്റ്റ് പറയണത്, from the above discussion, blockchain will be the driving force for e-commerce in the future and indicated here with better supply chain tracking and monitoring. അതാണ് ഒന്നാമത്തെ പോയിന്റ്. നമുക്ക് സപ്ലൈ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ സാധിക്കും. ദെൻ പ്രൊവനൻസ് ട്രാക്കിംഗ്, കൃത്യമായിട്ട് നമുക്ക് ഓർഡർ ട്രാക്ക് ചെയ്യാൻ പറ്റും. ദെൻ പേയ്മെന്റ് ഗെറ്റ് ആൻഡ് എഫിഷ്യന്റ് മേക്ക് ഓവർ, ഞാൻ പറഞ്ഞില്ലേ പേയ്മെന്റ് കൊടുക്കണം, അപ്പൊ ആ ഒരു ഇതിൽ നമുക്ക് കറൻസീസ് പേയ്മെന്റ് ഗേറ്റ് വേസ് സെറ്റ് ആക്കാൻ നല്ല രീതിയിൽ നടത്താൻ പറ്റും. സെക്യൂർ പ്ലാറ്റ്ഫോം ഫോർ ഇ കൊമേഴ്സ്, ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം പ്രോപ്പറായിട്ട് സെക്യൂർ ആക്കാൻ ഈ പറയുന്ന ബ്ലോക്ക് ചെയിൻ സഹായിക്കുന്നു. ദെൻ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഫോർ ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ ഇ കൊമേഴ്സ്, അതായത് നമ്മൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നു. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നപ്പോൾ അത് ഇ കൊമേഴ്സിനെ പോസിറ്റീവായിട്ട് തന്നെ ഇതാക്കിയിട്ടുണ്ട്. Completely relies on real-time data exchange and digital interconnectivity enabled by cyber physical system and emerging technology. അതായത് ചിലപ്പോൾ ഇതിന്റെ ഇടയിൽ കുറെ എന്താ പറയാ ഇതൊക്കെ നടക്കും, നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിലും അതിനെ ഓവർകം ചെയ്ത് നല്ല രീതിയിൽ പ്രോപ്പറായിട്ട്. പിന്നെ മാത്രമല്ല, നമ്മുടെ ഗവൺമെന്റും അതിനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ, ഓൺലൈനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതും ഒരു പോസിറ്റീവ് അഡ്വാൻറ്റേജ് തന്നെയാണ്. ഈ പറയുന്ന ഓരോ ടേമുകൾ എന്താ പറയാ, സൈബർ ഫിസിക്കൽ സിസ്റ്റം, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, അതുപോലെ തന്നെ സൈബർ ഫിസിക്കൽ, ഇൻഡസ്ട്രിയൽ ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, കുറെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, അങ്ങനെ ഒരുപാട് ടേമുകൾ, ഒരുപാട് ടെക്നോളജീസ് യൂസ് ചെയ്തിട്ട് ഇ കൊമേഴ്സ് ഫാസ്റ്റർ ആയിട്ട് നല്ല രീതിയിൽ ആളുകളുടെ ഇടയിലേക്ക് ഒരു ഇമ്പാക്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആൻഡ് ഇ കൊമേഴ്സ്. നെക്സ്റ്റ് ട്ടാ, എന്താണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്? വാട്ട്സ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം? കൃത്യമായിട്ട് ഒരു പറയുന്നുണ്ട്, ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ആസ് ഡിജിറ്റൽ ഫ്രെയിംവർക്ക് ഓഫ് complex web portal and online digital facilities that permit collaborators, users, peers, providers to undertake a range of activities, often creating de facto standards, forming entire ecosystem for value creation and captures. അതായത് നമ്മൾ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, അതായത്
വെബ് പോർട്ടലുകൾ, അതുപോലെ തന്നെ യൂസേഴ്സിനെ, പിയർ ഗ്രൂപ്പുകളെ, കമ്പനീസിനെ എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്തിട്ട് ഒരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്യുന്നതിനെയാണ്, ആ ഒരു ഫ്രെയിംവർക്കിനെയാണ് നമ്മൾ, വെബ് പോർട്ടലുകളുടെ ഫ്രെയിംവർക്കിനെയാണ് നമ്മൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വർക്ക് ചെയ്യുക? All the past choices and transactions undertaken by the customer are stored in enormous database running in the cloud. ML algorithms and employed on the machine learning algorithms are employed on this huge database on data mine and guesses the future choice of the customer. അതായത് ഈ പറയുന്ന AI ടെക്നോളജി, ഈ പറയുന്ന മെഷീൻ ലേണിംഗ്, ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ആ കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റുകൾ മനസ്സിലാക്കി ആ രീതിയിൽ പ്രൊഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്ത് ആ രീതിയിൽ കസ്റ്റമേഴ്സിന്റെ കയ്യിലേക്ക് എത്തിക്കുന്ന ഒരു രീതിയിലേക്ക് അതിനെ മാറ്റുക. അതിന് ഒരുപാട് ടെക്നോളജീസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പ്ലാറ്റ്ഫോമുകൾ, ക്ലൗഡ് പ്ലാറ്റ്ഫോമുകൾ, എഡ്ജ് പ്ലാറ്റ്ഫോമുകൾ, ഒരുപാട് പ്ലാറ്റ്ഫോംസുകൾ യൂസ് ചെയ്തിട്ടാണ് കസ്റ്റമേഴ്സിന്റെ കയ്യിലേക്ക് പ്രോപ്പറായിട്ട് എത്തുന്നത്. അതിനുള്ള പ്ലാറ്റ്ഫോമുകളുടെ എക്സാമ്പിൾ അവർ പറയുന്നുണ്ട്: ഷെയറിംഗ് ഇക്കണോമി പ്ലാറ്റ്ഫോം, ഡെവലപ്മെന്റ് പ്ലാറ്റ്ഫോം, പേയ്മെന്റ് പ്ലാറ്റ്ഫോം, റീറ്റെയിൽ പ്ലാറ്റ്ഫോം, ബുക്കിംഗ് അഗ്രിഗേറ്റേഴ്സ്, കണ്ടന്റ് ആൻഡ് റിവ്യൂ പ്ലാറ്റ്ഫോം, മാച്ചിങ് ആൻഡ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോം, സെർച്ച് പ്ലാറ്റ്ഫോം, എക്സെട്ര. അതായത് യൂസ് ചെയ്യുന്ന, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം ബിസിനസ് മോഡൽസ് ആണ്. അവർ കൃത്യമായിട്ട് അത് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് കൃത്യമായിട്ട് ഒരു ഗ്രാഫിക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് കൃത്യമായിട്ട് അവർ എക്സാമ്പിൾ അതിൽ പറയുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് ടൈപ്സ് ഓഫ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ്. ഇമ്പാക്ട് ഓഫ് ഡിജിറ്റൽ ടൈപ്സ് ഓഫ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. അപ്പൊ അതില് എന്താ പറയാ, കൃത്യമായിട്ട് അത് നോക്കുക കേട്ടോ. അപ്പോൾ പേരുകൾ കൃത്യമായിട്ട് നോക്കി വെക്കുക. ദെൻ ഇമ്പാക്ട് ഓഫ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഓൺ ഇ-കൊമേഴ്സ്, അതിന്റെ ഇമ്പാക്റ്റ് ആണ് ഒന്നാമത്തെ പോയിന്റ് പറയണത്. Understandably, the development and application of the platform economy has a deep impact on the way business transaction could be undertaken in future. The first main advantage of digital platform has that it has initiated disintermediation. അതായത് അതിന്റെ ഡെലിമീഡിയേറ്റേഴ്സ് ഇല്ലേ, നമുക്ക് ഇഷ്ടമുണ്ടോ നമുക്ക് പ്രൊഡക്റ്റ് വാങ്ങാം, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വാങ്ങാം. അപ്പോൾ ആ രീതിയാണ് ആ ഒരു പ്ലാറ്റ്ഫോം. നമ്മളിപ്പോൾ അവർ എക്സാമ്പിൾ പറയും, ഊബർ എക്സാമ്പിൾ അവർ പറയുന്നുണ്ട്. നമ്മൾ അവിടെ പോയി നിൽക്കണ്ട, ഊബറിൽ നമുക്ക് നേരിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിലാണ് നമ്മളുടെ പ്ലാറ്റ്ഫോം മാറി. അത് നല്ലതാണ്. ഇന്റർമീഡിയറീസ് ഒരുപാട് ഒഴിഞ്ഞു, മിഡിൽ മാൻ ഒഴിഞ്ഞു, അതൊരു പോസിറ്റീവാണ്. നെക്സ്റ്റ് പറയണത് പ്ലാറ്റ്ഫോം ഇക്കണോമി ഹാസ് ഓൾസോ ലെഡ് ടു പോപ്പുലറൈസിംഗ് ഓഫ് ദ വേർഡ് യൂബറൈസേഷൻ, വിച്ച് റെഫേഴ്സ് ടു കൺസെപ്റ്റ് ഓഫ് ബയർ ആൻഡ് സെല്ലർ, കൺസ്യൂമേഴ്സ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ് കമ്മിങ് ടുഗെദർ വെർച്വലി ഓൺ ദ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. അതായത് എല്ലാവരും ഉണ്ട്, എല്ലാവരും ഒറ്റ പ്ലാറ്റ്ഫോമിലുണ്ട്. അപ്പം അതിനെയാണ് നമ്മൾ പറയുക യൂബറൈസേഷൻ. അത് അടുത്തൊരു ഇമ്പാക്റ്റ് ആണ്. Then several products or services that had a huge time and cost premium attached to it are now easily available on this platform. അതായത് ഈ ആപ്പ് സ്റ്റോറിലൂടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിലൂടെ ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പം അതൊരു അഡ്വാൻറ്റേജ് ആണ്, ഇമ്പാക്റ്റ് ആണ്. ദെൻ നെക്സ്റ്റ് പറയണത് ഡിജിറ്റലൈസേഷൻ ആൻഡ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഇൻ ബിസിനസ്. അതായത് നമ്മുടെ ബിസിനസ്സിൽ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. അത് ട്രഡീഷണൽ രീതി മാറി ഈ പുതിയ രീതിയിൽ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഡെലിവർ സർവീസസ് ഓർ ബിസിനസ് ബൈ റീപ്ലേസിംഗ് ഏർലി ടെക്നോളജി ഇംപ്ലിമെന്റേഷൻ ആൻഡ് മാനുവൽ പ്രോസസ്സസ് വിത്ത് റീഡിസൈൻ ഡിജിറ്റൽ പ്രോസസ്സസ് ദാറ്റ് ഈസ് എമർജിംഗ് ടെക്നോളജി. അതായത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഓൺലൈൻ രീതിയിലേക്ക്, ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. ഇപ്പം അങ്ങനെ മാറാത്ത ട്രഡീഷണലായി നിൽക്കുന്ന ആളുകളാണെങ്കിലും മാറിയില്ലെങ്കിലും അവർ മാർക്കറ്റിൽ നിന്ന് ഔട്ടാവും. പിന്നെ മാറിയ ആൾക്കാരായാലും അപ്ഡേറ്റ് ടെക്നോളജീസ് യൂസ് ചെയ്തിട്ട് അതിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കണം. ഓക്കെ, അങ്ങനെ നമ്മുടെ യൂണിറ്റ് കഴിഞ്ഞു കേട്ടോ. അപ്പം അതിൽ പോയിന്റുകൾ, ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റുകൾ ജസ്റ്റ് നോക്കിയിട്ട് പോയാൽ മതി.